നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ മഞ്ചാടി വീണ്ടും ഒഴിവുകഴിവ് പറഞ്ഞാലും അനന്തമാഷ് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആ കല്യാണം നടത്താൻ പോകില്ല. എന്റെ തീരുമാനം അതാ. നീ എന്താ പറയുന്നേ? എന്റെ അച്ഛനും അനന്തമാഷും കൂടെ ഒരു തീരുമാനം എടുത്താ ഞാൻ പിന്നെ അതിൽ എന്ത് പറയാനാ? നമുക്ക് നടത്താം. കോഫി അമ്മാനോട് കൊടുത്തോ ചീരു? അച്ഛൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുത്തുള്ള ഏതൊരു അമ്പലത്തിൽ പോയിരിക്കുക. നെല്ലിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലാവും. ഇവിടെ വന്നാല് ആ അമ്പലത്തിലെ പോവാറ്. ദയെ കാണാൻ പോകുന്ന കാര്യത്തില് അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അവളെ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കാണാനുള്ള ശക്തി അണ്ണനുണ്ടാവും തോന്നല്ല. അച്ഛൻ ദയെ കാണണമെന്ന് പറഞ്ഞാലും അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുക നല്ലത്. അല്ലെങ്കിലേ ആകെ അച്ഛൻ തളർന്നു തുടങ്ങി. മനസ്സിന് മാത്രമല്ല ശരീരത്തെയും ക്ഷീണം ബാധിച്ചു തുടങ്ങി. ശരിയോ, അച്ഛനിപ്പോ തീരെ വയ്യാതായിട്ടുണ്ട്. ഇന്നത്തെ എന്റെ ചെക്കപ്പ് മാറ്റിവെച്ചിട്ട് നമുക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചാലോ രഘുവേട്ടാ? അല്ല, അതിന് ചീരുവിന്റെ ചെക്കപ്പ് മാറ്റിവെക്കുന്ന എന്തിനാ? ഞാൻ മുമ്പിൽ വരാൻ വൈകിയതുകൊണ്ട് ഇന്നലെ അത് മുടങ്ങിയതല്ലേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോ അമ്മാവനെ കൂടെ കൊണ്ടുപോവാം. അതിനൊന്നും അണ്ണൻ തയ്യാറൊന്നും തോന്നില്ല രഘു. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അണ്ണന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നോക്കിക്കോളാം. ഇവിടെ അടുത്ത് നല്ലൊരു ക്ലിനിക് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടർ കോശിയുടെ. പുള്ളി എൻ്റെ ഒരു പഴയ ഫ്രണ്ടും കൂടിയാണ്. അതുകൊണ്ട് ഒരു സൗഹൃദ സന്ദർശനം പോലെ അണ്ണനെയും കൂട്ടി ഞാൻ അങ്ങോട്ട് പോകും. അല്ലാതെ ചെക്കപ്പിനെന്നും ട്രീറ്റ്മെന്റിനെന്നൊക്കെ പറഞ്ഞാൽ അണ്ണൻ വരാനൊന്നും പോണില്ല. അത് ശരിയാ. ദയയുടെ അനുചേച്ചിയുടെയും കാര്യം ഇങ്ങനെ ഇരിക്കെ അച്ഛൻ എന്തായാലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അങ്കിള് കൊണ്ടുപോകുന്നത് തന്നെ നല്ലത്. അനുവിന്റെ കാര്യങ്ങളൊക്കെ അമ്മാവൻ അറിഞ്ഞോ? അങ്കിൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞോ ചെയ്തു? ഞാൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് അച്ഛൻ ഇവിടെ വെച്ചെല്ലാം അറിഞ്ഞു കാണുമെന്നാ. ഇല്ല, ഞങ്ങൾ ആരും ഇതുവരെ അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ആ, നീയോ മഞ്ചാടി? എന്നോട് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതെന്താന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് സുശീലാന്റെ കൂടെ കൂടെ അവിടെ വരുന്നോണ്ട് പഠിക്കാൻ ഡിസ്റ്റർബ് ആവുന്ന. വേറൊന്നും അച്ഛൻ ചോദിച്ചില്ല? ഇല്ല, സുശീലാന്റെ ജീവിച്ചിരിക്കുന്നവരെ എന്റെ മകൾക്ക് സ്വൈര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അച്ഛന്റെ മനസ്സിലിപ്പോ ദേച്ചി മാത്രമേ ഉള്ളൂ. ദേച്ചി തിരിച്ചു വന്നാലേ നമ്മുടെ അച്ഛനെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. മോളെ, എന്താ മോളെ ഇത്? നമ്മുടെ അച്ഛനൊന്നും സംഭവിക്കില്ല. നീ കണ്ണു തുടച്ചേ. കോളേജിൽ പോകുമ്പോ കണ്ണ് കലങ്ങിക്കൊണ്ട് പോവല്ലേ. അനുചേച്ചിയുടെ വിഷയം അച്ഛനെ അറിയിക്കാതിരിക്കുന്ന നല്ലത്. ആ ഷോക്കൂടെ താങ്ങാൻ അച്ഛനെ എളുപ്പം പറ്റിയെന്ന് വരില്ല. ഞാൻ ഇറങ്ങുക ചേച്ചി. മഞ്ചാടി മോള് പറഞ്ഞാലും കാര്യമുണ്ട്. സുശീല അനുപമ അടിച്ചെന്നറിഞ്ഞ അണ്ണന് ചിലപ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റിയേക്കും. പക്ഷേ അനുപമ സുശീല അടിച്ചെന്ന് കേട്ടാൽ അണ്ണനത് മറ്റു തരത്തിൽ വലിയൊരു ഷോക്കാവും. പക്ഷേ അത് അനു മനഃപൂർവ്വം ചെയ്തല്ലോ. അതെ, എന്റെ അഭിപ്രായത്തില് അച്ഛനെ നമ്മൾ തന്നെ ഇത് അറിയിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വേറെ ആരുടെയെങ്കിലും നാവിൽ നിന്ന് മകൾ അമ്മായിമ്മ അടിച്ചെന്ന് കേൾക്കുമ്പോഴായിരിക്കും അച്ഛന് കൂടുതൽ ഷോക്കാവുന്നത്. ശരി, പറയുന്നത് ശരിയാ. അണ്ണനെ നമ്മൾ എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിപ്പോ വേണ്ട. ദയയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ആവട്ടെ. അതെ മോളെ, എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ അച്ഛന് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പറയാൻ പറ്റിയൊരു അവസരം വരുമ്പോ നമുക്ക് പറയാം. അതാ ചീരു നല്ലത്. നിങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാം. നമുക്ക് തിരിച്ചു വരുമ്പോ ദയെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം.
നമ്മൾ അവളെ കണ്ടെന്ന് സംസാരിച്ചെന്നറിഞ്ഞാൽ തന്നെ അമ്മാവന് കുറച്ച് ആശ്വാസമാവും. അതെ. എന്നാ ശരി, നിങ്ങൾ പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്. അണ്ണം വരുമ്പോഴത്തേക്കും ഞാനൊന്ന് കുളിക്കാം. ശരിയാ. ഓക്കെ. നിനക്കിപ്പോ കവിളിൽ വേദനയൊന്നുമില്ലല്ലോ അല്ലേ? വേദനയൊന്നുമില്ല, എന്നാലും ഒരു മരവിപ്പാ. സാരമില്ല, അത് പോട്ടെ. ഏട്ടനല്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. പിന്നെ സത്യേട്ടൻ ഇനി അതിന്റെ പേരിൽ ഒരു സംസാരത്തിന് പോവാതിരുന്നാ മതി. ആഹാ, അല്ല ആരിത്? നമ്മുടെ മണവാളിനും മണവാട്ടിയല്ലേ? രണ്ടാളൊന്ന് ചേർന്ന് തന്നെ ഒന്ന് അടുത്ത് കാണട്ടെ. കൊള്ളാം. അന്ന് എനിക്ക് എതിർപ്പായിരുന്നെങ്കിലും ഇപ്പൊ കാണുമ്പോ നിങ്ങൾ ചേരേണ്ടവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം കുഞ്ഞമ്മയുടെ പൊടി പോലും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അയ്യോ, നിന്റെ അമ്മ നാണം കെട്ടെടുത്ത് കുഞ്ഞമ്മ പിന്നെ എങ്ങനെ നിൽക്കും മക്കളെ? സുശീലയുടെ സങ്കടം കണ്ട് എന്റെ നെഞ്ചു തകർന്നു പോവും. അതുകൊണ്ട് ഞാൻ അടുത്ത വണ്ടിക്ക് തന്നെ കേറി. അല്ല മോളെ, നിന്റെ മുഖത്ത് എന്തോ ഒരു ചുവന്ന പാട്. പ്രതിഭ മോൾക്ക് എന്ത് പറ്റി മക്കളെ? അയ്യോ, മോന്റെ കണ്ണിന്റെ ഭാഗത്തും ചെറിയ നീർക്കെട്ടുണ്ടല്ലോ. ആ, നിങ്ങൾ കട്ടിലെന്തെങ്കിലും താഴെ വീണോ മക്കളെ? കട്ടിലീന്ന് താഴെ വീഴാൻ അവരെന്താ കുഞ്ഞു മക്കളാണോ? ഓ പിന്നല്ലേ, ഇവരെത്ര വളർന്നാലും എനിക്ക് എന്റെ പേരമക്കളല്ലേ സുശീലേ? ആ, നീ അന്ന് കണ്ടതിനേക്കാളൊന്നും മിനിങ്ങിയല്ലോ സുശീലേ. സുധന്റെ മകള് വലതുകാലം വെച്ച് കയറിയതിനു ശേഷം നിന്റെ സമയം അങ്ങ് തെളിഞ്ഞല്ലേ? ആ പിന്നെ കഴിഞ്ഞ ന്യൂ ഇയർ ബമ്പർ എനിക്ക് അടിച്ചായിരുന്നു. പത്രത്തിൽ പടം ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? അതെ കുഞ്ഞമ്മേ, ഞാനിന്ന് ഇറങ്ങുവാ. പോയിട്ട് ട്രാവൽസ് തുറക്കണം. അല്ല, കുഞ്ഞമ്മ പോയില്ലല്ലോ അല്ലേ? അയ്യോ എന്റെ മക്കളെ, പോയിട്ട് ഒരുപാട് കാര്യമുണ്ട്. എന്നാലും നിന്നെ ഒന്നുകൂടെ കണ്ടിട്ടേ പോവുള്ളൂ. ശരി, പോയിട്ട് വരാം. അല്ല സുശീല, നീ ഇതെന്തോ നോക്കി നിക്കുക? കുഞ്ഞുമിക്കൊരു ചായ എടുക്കണ്ടേ? നീ ഇങ്ങനെ നിന്നാ മതിയോ? വാ, പാടി ഇങ്ങോട്ട്. ഓ, കുഞ്ഞമ്മ അങ്ങോട്ട് ഇരിക്കും. എടി പോയി ചായ എടുക്ക്. ചെല്ലേ. ആ, അല്ല കുഞ്ഞമ്മ എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? ഓ, കൊറേ കാലത്തിന് ശേഷം നീയായിട്ട് നമ്മുടെ ബന്ധം പുതുക്കിയതല്ലേ സുശീലേ? അപ്പൊ ഇടയ്ക്ക് നിന്നെ വന്ന് കാണാനുള്ള കടമ എനിക്കില്ലേ? ഓ പിന്നെ